സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 10 വാക്യം 15. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സത്യവേദ പുസ്തകത്തിലെ സഭാപ്രസംഗിയുടെ പുസ്തകം 10:15 പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ മനുഷ്യ ജീവിതം ഒരു പ്രയാണത്തിലാണ്, ഒരു യാത്രയിലാണ് എന്ന് ഗ്രഹിക്കാം. ഞാനും നിങ്ങളും യാത്രയിലാണ്, ജീവിതയാത്രയിൽ. എങ്ങോട്ടെല്ലാം നാം ദൈനംദിനം യാത്ര ചെയ്യുന്നു, ചെറുതും വലുതുമായ യാത്രകൾ. ഈ യാത്രകളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതയാത്ര ഈ ഭൂമിയിൽ അവസാനിക്കുമ്പോൾ നിത്യതയിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള ഒരു ആത്മീയ യാത്ര കൂടി ഈ യാത്രയോടൊപ്പം നാം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സ്വർഗത്തിലെ പട്ടണത്തിലേക്ക് ഉള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. ആ നിത്യ സ്വർഗം സന്തോഷകരമായ സ്ഥലമാണ്, സമാധാനപരമായ സ്ഥലമാണ്. യുദ്ധമില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, അപകടങ്ങളൊന്നും ഇല്ലാത്ത, അനർത്ഥങ്ങളില്ലാത്ത, ശോധനകളും പരീക്ഷകളുമില്ലാത്ത നിത്യാനന്ദം, നിത്യാരാധന. ഇതാണ് സ്വർഗത്തിലെ രണ്ടനുഭവങ്ങൾ. അതെ, നിത്യാനന്ദവും നിത്യ ആരാധനയും. ദൈവത്തെ മുഖാമുഖം കണ്ട് എപ്പോഴും ആനന്ദിക്കുന്ന അനുഭവം. ആ പട്ടണത്തിലേക്ക്, അഥവാ ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലാണ്, യാത്രയിലാണ് നാം. എന്നാൽ അടുത്തതായി നാം ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്, ഈ സ്വർഗത്തിലേക്ക് ഉള്ള പ്രയാണം നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വഴിയെ സഞ്ചരിച്ചാൽ ഈ സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല എന്നുള്ളതാണ്. ഇത് നാം ഗ്രഹിച്ചേ മതിയാവും, നാം മനസ്സിലാക്കിയേ മതിയാവും, അംഗീകരിച്ചേ മതിയാവും. സ്വർഗത്തിലേക്ക് ഉള്ള വഴി കാട്ടിത്തരുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള ആ വഴി സ്വർഗത്തിലെ ദൈവം തന്നെയാണ് നമുക്ക് കാട്ടിത്തന്നത്. അതെ, സ്വർഗത്തിലേക്കുള്ള വഴി പിതാവായ ദൈവം നമുക്ക് കാട്ടിത്തന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നുവെന്ന് ദൈവപുത്രൻ ആധികാരികമായി പ്രസ്താവിക്കുവാനിടയായി. യേശു സ്നാനപ്പെടുമ്പോഴും അതുപോലെ പരസ്യ ശുശ്രൂഷയുടെ ചില ഭാഗങ്ങളിലും സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലേക്കുള്ള വഴിയാവുന്ന ആ ദൈവപുത്രനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിനെന്ന് പറയുവാനിടയായി. ഇങ്ങനെ സ്വർഗത്തിലെ ദൈവം, അഥവാ യഹോവയായ പിതാവായ ദൈവം അംഗീകരിച്ച് മുദ്രയിട്ട് മാനവരക്ഷയ്ക്കായി നൽകിയ ദൈവപുത്രൻ, ആ ദൈവപുത്രനിലുള്ള
വിശ്വാസം വഴിയാണ് നമുക്ക് അഥവാ മനുഷ്യർക്ക് സ്വർഗരാജ്യ പ്രവേശനം യാഥാർത്ഥ്യമായി തീരുന്നത്. അതുകൊണ്ട് ഈ സ്വർഗം എന്ന ആ പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാരായി നാം മാറാൻ പാടില്ല. വഴി അറിയുന്ന ബുദ്ധിമാന്മാരായി നാം മാറണം. 14-ാം സങ്കീർത്തനത്തിലും 53-ാം സങ്കീർത്തനത്തിലും എഴുതിയിരിക്കുന്നത് ഈ മൂഢന്മാരെക്കുറിച്ചാണ്. ബുദ്ധിഹീനരായ മൂഢന്മാർ. അവർ ചിന്തിക്കുന്നത് ദൈവമില്ല എന്നാണ്. അവിടെ പറയുന്നു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് ചിന്തിക്കുകയും നിരീശ്വരവാദികളായി ദൈവഭയമില്ലാതെ ദുർനടപ്പിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സ്വർഗമെന്ന പട്ടണം ദർശിക്കുവാൻ സാധ്യമല്ല. അതെ, ദൈവപുത്രനിലൂടെ ആ സ്വർഗമെന്ന പട്ടണത്തിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമ കാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമ കാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. ഞാൻ മരുവുന്നു നിൻ കൃപയാ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. വേല ചെയ്യുമന്ത്യം വരെ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. അല്ല തീർന്നു നിൻ സവിദേവരാതില്ല പാരിൽ വിശ്രമവും. അല്ല തീർന്നു നിൻ സവിദേവരാതില്ല പാരിൽ വിശ്രമവും. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയം തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയം തീർത്തിടും
സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു.